മറുപടി പറയണമല്ലോ. നമ്മളൊരു വർഗീയ പരാമർശത്തെ അപകീർത്തിയായിട്ട് കാണിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം, നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുകയാണ്. നാളെ ഞാൻ വർഗീയ പരാമർശമല്ലല്ലോ പറഞ്ഞത്, ഞാൻ അപകീർത്തിപ്പെടുത്തുകയല്ലേ ചെയ്തത് എന്നൊരാൾ ചോദിച്ചാൽ പിന്നെ എങ്ങനെ തർക്കിക്കും? അതൊരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ തൂമ്പ എന്ന് വിളിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. അല്ല, വിളിച്ചോളൂന്ന്. ഞാൻ എൻ്റെ വെർഷൻ പറഞ്ഞുള്ളൂ അജിൻസേ. നിങ്ങൾക്ക് തൂമ്പ തന്നെ വിളിക്കാം. എനിക്ക് അതൊരു പണിയായുധം എന്നുള്ള നിലയിൽ പറയാം. അതിനൊക്കെയുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ടല്ലോ. ജനാധിപത്യപരമല്ലേ രാജ്യം. നിങ്ങൾക്കത് തൂമ്പ തന്നെ പറയാം. നിങ്ങൾ പറഞ്ഞ പണിയായുധം എന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണ്. എന്നെ സംബന്ധിച്ചോളം ഞാനത് തൂമ്പയായിട്ടാണ് കാണുന്നത്. കണ്ടോളൂ. എനിക്കതിനെ പണിയായുധമായിട്ട് കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഭഗവത് തന്നാൽ മതി. അത്രേ ഉള്ളൂ കാര്യം. ഇപ്പോൾ നേരത്തെ KM ഷാജിക്കെതിരെ പ്രശ്നങ്ങളുണ്ടായപ്പോൾ അത് അദ്ദേഹം ഹൈക്കോടതിയിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ വിധിയുണ്ടായി. സുപ്രീം കോടതി പോയി പിന്നെ അതൊക്കെ നീക്കി വന്നു. അത്തരം ചരിത്രങ്ങളൊക്കെ മുമ്പിലുണ്ട്. പക്ഷേ അന്ന് എന്തായിരുന്നു വിഷയം? ഒരു നോട്ടീസാണോ? 10 നോട്ടീസായിരുന്നല്ലോ. 10 കേന്ദ്രങ്ങളിൽ നിന്നിറങ്ങിയ അഴീക്കോട്. അതൊക്കെ അന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടതല്ലേ. പിന്നെ ഇന്ന് അതേ ഷാജി പറയുന്നത് എങ്ങനെയാണ്? വർത്തമാനം പറഞ്ഞത് എങ്ങനെയാണ്? മതമാണ് പ്രശ്നം. അപ്പോൾ ഈ പിന്നെ ലീഗുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണോ ഈ സമൂഹത്തിൽ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലയളവിൽ, അതിനോട് തൊട്ട് ചേർന്ന് നിന്ന കാലയളവിൽ ഒക്കെ ഇത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത്? അതോ LDF കൺവീനറായിരിക്കുന്ന CPMൻ്റെ മുതിർന്ന നേതാവായ TP രാമകൃഷ്ണനെ പോലുള്ള ആൾക്കാരാണോ ഇത്തരത്തിലുള്ള സാമുദായികവാദത്തിലൂടെ എതിരാളികളെ ഇകഴ്ത്താൻ ശ്രമിക്കുന്നത്? അതൊരു പ്രശ്നമാണ്. അത് ചർച്ച ചെയ്യേണ്ട പ്രശ്നം തന്നെയാണ്. ചർച്ച ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരും അദ്ദേഹം അടക്കമുള്ള നേതാക്കളും ഇത്തരം ഒരു പ്രവർത്തന രീതിയാണ് അവലംബിക്കുന്നതെങ്കിൽ അതിനോട് യോജിക്കാൻ കഴിയില്ല.